പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയ നമ്മൾ കേരളീയരെല്ലാം അഭിമാനിക്കണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളുടെയൊക്കെ തലച്ചോറിൽ കുറച്ചുകൂടെ വിത്തുകൾ പാകി മുളപ്പിക്കാൻ പാകത്തിനുള്ള ചോദ്യാവലികളുമായി എത്തുകയാണ് മുഖ്യമന്ത്രി. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസിനെ കുറിച്ച് തന്നെയാണ്. അത് ഉന്നത പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയൊക്കെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഒരു പരിപാടിയാണ്. എന്തായാലും പരിപാടിയല്ലല്ലോ അല്ലേ, അത് ക്വിസ് മത്സരമാണ്. ആ ക്വിസ് മത്സരം അങ്ങ് നടത്തുകയാണ്. എന്താണ്ട് 12-ാം തീയതിയോടുകൂടി ഈ മത്സരം തുടങ്ങുകയാണ് എന്നുള്ള വാർത്തയൊക്കെ ഞാനും കണ്ടിരുന്നു. അപ്പോൾ എനിക്കും വലിയ ഉദ്വേഗമൊക്കെ തോന്നി, വലിയ ആകാംക്ഷ തോന്നി. കാരണം മുഖ്യമന്ത്രി അങ്ങനെ ഒരു നടപടിയിലേക്കൊക്കെ പോവുക, കോളേജ് അതായത് വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല രീതിയിൽ, അതായത് അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിയും ചരിത്രവും ഒക്കെയാണ് ഈ ക്വിസിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്നുള്ളത് വായിച്ചപ്പോൾ എനിക്കങ്ങ് കുളിര് കോരി. എത്രയൊക്കെ കുട്ടികളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ മാത്രം സ്വന്തമായിരിക്കും. അപ്പോൾ അദ്ദേഹം അതിനൊരു മുൻകൈയെടുത്ത് അത് നടപ്പിലാക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെയൊക്കെ ഒരു മനോഭാവം അതിനോട് ചേർന്ന് നിൽക്കുന്നത് കൂടി കൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിലുള്ള ഒരു മെഗാ ക്വിസ് പരിപാടിയിലേക്കൊക്കെ പോകുന്നത്. ആ പരിപാടിക്ക് വളരെയേറെ പ്രത്യേകത കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിലും നമ്മൾ ഞെട്ടിപ്പോകുന്നത്. കാരണം ചില്ലറ പൈസയൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇതിൻ്റെ വിജയികൾക്ക് കൊടുക്കുന്നത് 10,000 രൂപ, 20,000 രൂപ, അതായത് 30,000 മുതൽ 10,000 വരെ, പിന്നെ പ്രോത്സാഹന അൽത്തുകുൽത്ത് സമ്മാനങ്ങളുമൊക്കെ കൊടുത്ത് അങ്ങോട്ട് സമാശ്വസിപ്പിക്കുമെന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. കാരണം ഇതിൽ കൊടുക്കുന്നത്, വിന്നേഴ്സിന് കിട്ടുന്നത് 5 ലക്ഷം രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഖജനാവിൽ പൂച്ച പെറ്റു എന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കുമ്പോഴും വിദ്യാർത്ഥികൾക്ക് വേണ്ടി 5 ലക്ഷം രൂപ മുടക്കാൻ മനസ്സ് തോന്നിയ ആ മുഖ്യമന്ത്രിക്ക് ഒരു വലിയ നമോവാകം. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ കാണികൾക്ക് കൂടി അവസരമുണ്ട് കേട്ടോ. ഈ കാണികളായിട്ട് ഉള്ളവർക്ക് അവർക്കും വേണമെങ്കിൽ ഇതിലൊക്കെ പങ്കെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. അപ്പോൾ കാണികൾക്ക് കൂടി സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്ന തരത്തിലാണ് ഈ പരിപാടി നടത്തുന്നത്, ക്വിസ് മത്സരം നടത്തുന്നത്. ഇത് ഇലക്ഷനോടനുബന്ധിച്ചാണ് ഈ ഒരു പരിപാടി വരുന്നത്, ക്വിസ് വരുന്നത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാത്രം മിസ്റ്റേക്കാണത്. ഇലക്ഷനുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ വരുന്ന ചോദ്യങ്ങളും വളരെ ആകാംക്ഷയുണർത്തുന്നതാണ്. നമ്മൾ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ ചരിത്രം, പുരോഗതി, സാമൂഹിക നവോത്ഥാനമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ 2,000 രൂപ പെൻഷൻ, ഏറ്റവും അധികം തുക പെൻഷൻ കൊടുത്ത സർക്കാർ ഏതാണ്? അത് നമുക്കറിയാം. ബഹുകുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണത്. അത്തരത്തിലുള്ള നല്ല നല്ല ചോദ്യങ്ങളാണ്. ഇതിലൊരു എളുപ്പ വഴിയുണ്ട് ഇതിൽ വിന്നർ ആകാൻ വേണ്ടിയിട്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, രഹസ്യമാണ്, ആരോടും പറയരുത്. ഇതിൽ 2 വാക്കുകൾ നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന്, നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാനായിട്ട് ചില ഞുണുക്ക് വിദ്യകളുണ്ട് എന്നുള്ളത്, അത്തരത്തിലുള്ളൊരു ഞുണുക്ക് വിദ്യ കൂടിയുണ്ട്. ആ വിദ്യകൾ 2 വാക്ക് എന്ന് പറയുന്നത്, ഒന്ന് പിണറായി സർക്കാർ എന്നുള്ളതാണ്, അല്ലെങ്കിൽ പിണറായി സർക്കാർ അഥവാ പിണറായി വിജയൻ. മറ്റൊന്ന് ഇടതുപക്ഷ സർക്കാർ എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളും അവിടെയും ബുദ്ധി ഉപയോഗിക്കണം. കാരണം ചോദ്യം അനുസരിച്ച് ഈ 2 വാക്കുകളും മാറി മാറി എഴുതാനുള്ള ബോധ്യം അല്ലെങ്കിൽ ബുദ്ധി ഒക്കെ നമുക്ക് തലച്ചോറിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള 2 വാക്കുകൾ നമ്മൾ ഓർത്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് നമുക്ക് 5 ലക്ഷം രൂപ കിട്ടും. ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, ഇലക്ഷനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നി സ്കൂൾ തലം മുതലാണ് ഇത്, 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായിട്ടാണ് ഇത് നടത്തുന്നത്. കോളേജ് തലം എന്ന് പറയുമ്പോൾ സർവകലാശാല കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്നു. ഇതിൽ സ്കൂൾ കോളേജ് തലങ്ങളിൽ ആരംഭിക്കുന്ന മത്സരങ്ങൾ വിവിധ ഘട്ടങ്ങളിലൂടെയൊക്കെ നടക്കും. അപ്പോൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കായിട്ട് സംസ്ഥാന തലത്തിൽ ഗ്രാൻഡ് ഫിനാലെ തന്നെ നമ്മുടെ സർക്കാർ നടത്തുകയാണ്. നോക്കൂ, എത്രത്തോളം മഹത്തരമായിട്ടാണ് ഇത്തരത്തിലുള്ള ചിന്താഗതിയൊക്കെ ഒരു സർക്കാരിന് ഉണ്ടാകുന്നത്.
ആ സർക്കാർ ഇത്തരത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തും. ഒരു നല്ല കാര്യം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ എന്നും തിരിച്ചറിയേണ്ടതാണ്. ആ തിരിച്ചറിവ് ഉണ്ടാകാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വിസ് മത്സരം അദ്ദേഹത്തിന്റെ എന്താ പറയാ മേൽനോട്ടത്തിൽ ഇത് നടത്തുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. PR വർക്കൊന്നുമല്ല കേട്ടോ. PR മൈത്രി ഏജൻസി ഒന്നും അല്ല എന്നാണ് അറിയുന്നത്. എന്തായാലും PR വർക്കൊന്നുമല്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. PR-ഉമായിട്ട് യാതൊരു ബന്ധവും ഒന്നും ഈ ഒരു മെഗാ ക്വിസ് മത്സരത്തിനൊന്നും ഉണ്ടാകില്ല. എന്തായാലും ഈ ഒരു വിഷയം വന്നതോടുകൂടി ഞാൻ അങ്ങ് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇതിനെക്കുറിച്ച് വാ തോരാതെ ചോദ്യശരങ്ങളാണ്. കാണികൾക്ക് പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കാം കാണികൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയ മികച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് കുറച്ച് ചരിത്രമാണത്. നികൃഷ്ട ജീവി കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു കാവ്യത്തിൻ്റെ രചയിതാവ് ആരാണ്? മറ്റൊന്ന്, ഈ 51 വെട്ട് എന്ന് പറയുന്ന ചിത്രം ഉണ്ടാകാനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായത് എന്നാണ്? അതിന് പിന്നിൽ ആരായിരുന്നു? മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടക്കുന്ന ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതിങ്ങനെയാണ്, ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശബരിമല കൊള്ള എന്ന് പറയുന്നത് നടന്നത് ഏത് സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ കുറച്ചുകൂടി നന്നാകുമെന്നാണ് തോന്നുന്നത്. മറ്റൊരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായതാണല്ലോ, ഒരു നവകേരള സദസ് എന്ന് പറഞ്ഞ ഒരു സദസ് നടന്നിരുന്നു. ആ സദസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു നവകേരള വണ്ടി തന്നെ ഇറക്കിയിരുന്നു. അതായത് നമ്മുടെ കക്കൂസ് വണ്ടിയുടെ കാര്യം തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ വണ്ടി ഇറക്കിയിരുന്നു. ആ വണ്ടി ഇപ്പോൾ മ്യൂസിയത്തിലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ നവകേരള സദസ്സ്, കക്കൂസ് വണ്ടി, ഇതിൻ്റെ മ്യൂസിയം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് എന്നുള്ള ചോദ്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മികച്ചതാക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. മറ്റൊരു കാര്യം, അതും ഈ റീസെൻ്റ് ആണ്, പക്ഷേ ഏറ്റവും കൂടുതൽ, അതായത് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളൊക്കെ കൗതുകത്തോടെ നോക്കുകയും പാടി പഠിക്കുകയും ഒക്കെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇതാണ്, സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള ഗാനം ഉണ്ടാകാനുണ്ടായ കേരളത്തിലെ സാഹചര്യം എന്താണ്? ഇതൊക്കെ നല്ല ചോദ്യങ്ങളായി തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം കൂടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതായത്, അപ്പോൾ ഇതൊക്കെയാണ് ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ. അത് നിങ്ങളുമായി പങ്കുവെച്ചതാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, വളരെ കാര്യക്ഷമതയോടുകൂടി, വളരെ വിമർശന ബുദ്ധിയോടുകൂടി നമ്മൾ കാര്യങ്ങളെ നോക്കി കാണണം. അത് കാണാനും ഒക്കെയുള്ള ബുദ്ധി ഉള്ളത് കൊണ്ടാണ് നമ്മളെ പ്രബുദ്ധ കേരളം എന്നുള്ളൊരു ടാഗ് ലൈൻ നമ്മുടെ മണ്ടയ്ക്ക് മുകളിൽ എടുത്തു വെച്ച് തന്നിട്ടുള്ളത് ഈ സർക്കാർ. അപ്പോൾ ആ സർക്കാർ അത് തന്നതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കാര്യമായിട്ട് കാണണം. ചില കാര്യങ്ങളിലൊക്കെ വീഴ്ച വരും, ഏതൊരു മനുഷ്യനും തെറ്റ് പറ്റുമല്ലോ. പക്ഷേ അദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹം മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ, തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മാത്രം എപ്പോഴും കാണരുത്. മറിച്ച് അദ്ദേഹം ചെയ്യുന്ന ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ കൂടി, പ്രത്യേകിച്ച് കുട്ടികൾക്ക് സിലബസിലൊന്നും ഇല്ലാത്ത ഈ വിഷയങ്ങൾ ഇത്തരത്തിലുള്ള ക്വിസ് മത്സരങ്ങളിലൂടെ മാത്രമേ അവരുടെ മനസ്സിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും നമ്മൾ എന്നും മനസ്സിൽ കാണേണ്ടതാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. എല്ലാവരും അത് എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.